കുറെ കാലമായല്ലോ ഇപ്പം ആ ഭാഗം വഴിയൊക്കെ വരുന്നില്ലേ? ആ ഇപ്പം തന്നെ എന്നാ ഇപ്പം തന്നെ എന്നാ ചൂടാ. എന്തിയെ വീട്ടുകാരത്തി എന്തിയെ? വീട്ടുകാരത്തി തന്നെ കഴിഞ്ഞ നിങ്ങളെ സാബുവിൻ്റെ മകൻ്റെ കല്യാണം ഉള്ളമ്പള്ളിയിലാണ്. ഏത് സാബു? രാജനും ഒക്കെ ഇല്ലേ അവിടെ, അങ്ങനെ കോളനി പണ്ട് താമസിക്കുന്ന രാജൻ്റെ മകനാണ് സാബു. അവരിപ്പോൾ ഇവിടെ അതാണ് ഇപ്പോൾ അവൻ്റെ മകൻ്റെ കല്യാണം. അപ്പം ഞാൻ ഇന്ന് കോളനിയിലേക്ക് ഇറങ്ങി, അവിടെ ആളൊക്കെ ധാരാളം ഉണ്ട്. അത് പൊക്കോട്ടെ. പക്ഷേ എല്ലാവരും പോവുകയല്ലോ, എല്ലാവരും പോകുമല്ലോ. ബഹുമാന്യരായ ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരത്തിലെ ചില വേദഭാഗങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ്. അപ്പോൾ സുവിശേഷത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് ഇരിക്കുവാൻ കഴിയും. കാരണം നമ്മളുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹം വളർന്നു. അത് മറ്റുള്ളവർക്കും വലിയ ഒരനുഗ്രഹമായി തീരും. കാരണം അവർക്കും അങ്ങനെ ആകുവാൻ, അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു പ്രേരണ ദൈവം നൽകും. അതിനാണ് ദൈവത്തിന്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. അത് മറ്റുള്ളവർക്കും വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും ആയിത്തീരും. അതിനാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാനുള്ള അവസരം നാം നൽകുക എന്നുള്ളത്. അപ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം എന്താണെന്ന് നാം തിരിച്ചറിയുന്നത്, സമാധാനം എന്താണെന്ന് നാം തിരിച്ചറിയുന്നത്. ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും ഉന്നതമായ സംതൃപ്തി നാം അനുഭവിക്കുന്നു. അത് മറ്റുള്ളവരും അപ്രകാരമാകുവാൻ അവരോടും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനാണ് മാനസാന്തരപ്പെടണം എന്ന് വിളിച്ചു പറയുവാൻ ഇടയായത്. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് ദൈവം അവരുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് അവരും ജീവിക്കുന്നത്. ദൈവം ഒരുക്കി കൊടുക്കുന്ന, ദൈവം തുറന്നു കൊടുക്കുന്ന വഴികളിൽ കൂടിയാണ് അവരും യാത്ര ചെയ്യുന്നത്. അതവർക്ക് എന്നും വലിയ അനുഗ്രഹമായി തീരുവാൻ അവരുടെ തലമുറകളും അപ്രകാരം തന്നെ ജീവിക്കും. അങ്ങനെയുള്ളവർ ആകണം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളിച്ചു.
അപ്പോൾ ഇവിടെ ഫറവോൻ എന്ന് പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് മോശ പോകുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, നീ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. കാരണം ദൈവം നമ്മുടെ വായോട് കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ വായോട് കൂടെ ദൈവം ഇരിക്കുമ്പോൾ ആ ദൈവം നമ്മോട് സംസാരിക്കുവാൻ പറയുന്ന കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ദൈവം തരുന്നതായ കാര്യങ്ങൾ, വാക്കുകൾ നാം മറ്റുള്ളവരുടെ മുൻപിൽ പറയുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത്, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടൊന്നും പറയണ്ട. ചില സാഹചര്യങ്ങളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ നാം ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടം പോലെ സംസാരിക്കുവാനൊന്നും പറ്റുകയില്ല. നമ്മളെത്ര വലിയ ഗോപിഷ്ഠരായാലും എന്തെല്ലാം കഴിവുകളും എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ സംസാരിക്കുവാൻ പോയി ഒന്ന് ചലിക്കുവാൻ പോലും നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഒരു ഫറവോൻ എന്ന് പറയുന്ന രാജാവിന്റെ മുൻപിലേക്ക് ദൈവം അയക്കുന്ന ആളിനോട് ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ദൈവം പറയുന്നത് മാത്രം സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. അവരത് മനസ്സിലാക്കുകയും ചെയ്യും. 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമാകുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ചില അടയാളങ്ങൾ ദൈവം കാണിക്കുന്ന അടയാളങ്ങൾ, നമുക്ക് ഒരടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ നമുക്ക് കാണിക്കുവാൻ കഴിയുമെങ്കിൽ അതൊക്കെ നമ്മുടെ സ്വന്തമാണ്, അത് ഈ ലോകത്തിൻ്റെതാണ്. എന്നാൽ ദൈവം പറയുന്നത് അപ്രകാരമല്ല. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമായത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യനോട് ദൈവം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ദൈവം ഒരു മനുഷ്യനോട് കൂടെ വസിക്കണമെങ്കിൽ, ഇരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എപ്രകാരമുള്ളവരായിരിക്കണം, അത് യോശുവായോട് ദൈവം പറയുന്നുണ്ട്. മോശ മരിച്ചതിന് ശേഷം യോശുവായോട് ദൈവം പറഞ്ഞത്, ഈ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിൽ എത്തിക്കുവാൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, നീ നിന്റെ യാത്രയിൽ നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ, തിരിയാതെ നീ മുൻപോട്ട് തന്നെ പോകേണ്ടതുണ്ട്. അങ്ങനെ നീ പോയെങ്കിൽ മാത്രമേ ഈ ജനത്തെ നിനക്ക് ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ചിന്തകൾ വിവിധങ്ങളാണ്. ഇന്നിപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയണം. കാരണം ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ അവരുടെ ചിന്താമണ്ഡലങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വാഹനം ഓടിക്കുകയായിരിക്കും. അങ്ങനെ വാഹനം ഓടിക്കുന്ന അവർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ലക്ഷ്യമുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ ലക്ഷ്യം തെറ്റിക്കുന്നതായ ചിന്തകൾ അവരുടെ ചിന്താമണ്ഡലത്തിൽ അവരെ എപ്പോഴും അവരുടെ യഥാർത്ഥ വഴികളെ മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയാക്കും. അപ്പൊ അതൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും
അവരുടെ ജീവിതയാത്രയിൽ അനേകം അപകടങ്ങളിൽ നിന്ന് അവർക്കും മറ്റുള്ളവർക്കും കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയും. അപ്പോൾ ദൈവത്തോട് കൂടെ, ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മളും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ദൈവം പറയുന്നത് അനുസരിക്കുകയും ദൈവം തുറന്നു തരുന്ന വഴികളിൽ കൂടി യാത്ര ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മോട് ഇടപെടുന്നതും ദൈവം നമ്മെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതും. അത് നാം അങ്ങ് പോയാൽ മാത്രം മതി, നാം സംസാരിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ പ്രവൃത്തികളും ദൈവത്തിങ്കിൽ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ പറയുകയാണ് യോശുവ 1:5, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ നിന്നോട് കൂടെ, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെയും ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയും. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. എന്നാൽ പല മക്കളും ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന്റെ വഴികളിൽ കൂടിയല്ലാതെ ജീവിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്തവരായി അവർ നശിച്ചു പോകുന്നത് കാണുവാൻ കഴിയും. ഇപ്പൊ ഈ ഭൂമിയിൽ പലതും നമുക്കുണ്ടായിരിക്കും, വലിയ സമ്പത്തുണ്ടായിരിക്കും, ഉന്നതമായ എല്ലാ പദവികളും അല്ലെങ്കിൽ വിദ്യാഭ്യാസം, യോഗ്യതയൊക്കെ നമുക്കുണ്ടായിരിക്കും. പക്ഷേ ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ സമാധാനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്കൊരു പൂർണ്ണമായ ഉറക്കം പോലും ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവമുള്ളവനോ അവന് പ്രത്യാശയുണ്ട്. അവന്റെ പ്രത്യാശ വലുതാണ്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു യാഥാർത്ഥ്യമായ കാര്യം പറയട്ടെ. എനിക്കിപ്പോൾ 72 വയസ്സായി. എന്റെ 12ാമത്തെ വയസ്സിൽ എനിക്കൊരു രോഗം പിടിപെട്ടു. കാരണം നല്ലൊരു കൂലിപ്പണിക്കാരനായിരുന്നു ഞാൻ. കൂലിപ്പണി ചെയ്ത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അതിന്റെ ശമ്പളം വാങ്ങിക്കണമെങ്കിൽ നല്ലതുപോലെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ അവർ ശമ്പളം തരുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും അധികം ജോലി ചെയ്ത് അതിനുള്ള ആരോഗ്യവും ദൈവം എനിക്ക് തന്നു. എനിക്കുണ്ടായിരുന്ന രോഗം മറ്റൊന്നുമല്ല, അതിന് മരുന്നില്ല. അനേകർക്ക് ആ രോഗമുണ്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ. മൂക്കിൽ കൂടിയും വായിൽ കൂടിയുമൊക്കെ ബ്ലഡ് ചില സമയങ്ങളിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. കാരണം തുറന്നിരിക്കുന്ന മുറിവുകളാണ്. ആ മുറിവിനെ ഉണക്കിക്കളയുവാനോ അല്ലെങ്കിൽ ആ മുറിവിനെ മരുന്ന് വെച്ച് അത് മറ്റൊരു രീതിയിലാക്കുവാനോ സാധ്യമല്ല. കാരണം അനേക ആയിരം മുറിവുകളാണ് ഈ അസുഖമുള്ളവരുടെ മൂക്കിലും വായിലും അവരുടെ ആമാശയത്തിലുമൊക്കെ ഉള്ളത്. അതൊക്കെ ചില സമയങ്ങളിൽ അതിൽ പലതും തുറന്ന് രക്തം കണ്ടമാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമുണ്ടാകും. അതിഭയങ്കരമായ ക്ഷീണം, എഴുന്നേക്കാൻ പാടില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ കാര്യം ഓർക്കണം. ഈ കഴിഞ്ഞ 1-2 മാസക്കാലമായി ചില ദിവസങ്ങളിൽ അതിഭയങ്കരമായ രീതിയിൽ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെതായ ക്ഷീണങ്ങൾ എങ്കിലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ 72 വയസ്സ് വരെ ആയുസ് തന്നിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ നല്ല ജോലിക്കാരനായിരുന്നു, നല്ലപോലെ ജോലി ചെയ്തു.
അതിനിടയ്ക്ക് ഈ ക്ഷീണങ്ങളെയൊക്കെയും മാറ്റിവെച്ചിട്ട് ഞാൻ ഈ സുവിശേഷ പ്രവർത്തനം ഈ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോയി ചെയ്യാറുണ്ട്. ഭയങ്കരമായ ക്ഷീണമുണ്ട് എനിക്ക്. എന്നാലും ആത്മാവിന്റെ ശക്തി അതെന്നെ പ്രേരിപ്പിക്കുന്നത് കാരണം ഞാൻ ഇന്നും ആ ജോലി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ആർക്കാണ് നിശ്ചയിക്കുവാൻ കഴിയുന്നത്? ഒരു മനുഷ്യന്റെ ആത്മാവിനോളം വിലയുള്ള ഒന്നും ഇല്ല. കാരണം അത് നശിച്ചു പോകരുത്, അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കും. അതല്ലേ മത്തായിയുടെ സുവിശേഷം 22:28 പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രമാണിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോഴങ്ങനെയുള്ള ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട, രോഗത്തെ ഭയപ്പെടേണ്ട, കടഭാരങ്ങളെ ഭയപ്പെടേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ബൈബിളിൽ ഒരു പ്രശസ്തനായ വ്യക്തിയാണ് സക്കായി. യഥാർത്ഥമായ പേരാണ് സക്കായി. എന്നാൽ ആ മനുഷ്യൻ പണത്തോട് വലിയ ആർത്തിയായിരുന്നു. അതിന് അദ്ദേഹം ചെയ്തതിന് അഭ്യന്തമായിട്ട് ചുങ്കം പിരിച്ചു. രാജാവ് കൽപ്പിച്ചതിനും അപ്പുറത്ത് ഇരട്ടി ചുങ്കം അദ്ദേഹം ജനത്തോട് പിരിച്ചപ്പോൾ ജനം അദ്ദേഹത്തിനൊരു പേരിട്ട് ദുഷ്ടനെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ സക്കായി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ജനത്തിന്റെ ഹൃദയത്തിലും ജനം കാണുന്നതും ഒരു ദുഷ്ട മനുഷ്യനായിട്ടാണ്. അതിനുള്ള കാരണം അദ്ദേഹത്തിന് പണത്തോടുള്ള ആർത്തി ഉണ്ടായി. ഇപ്പൊ ബൈബിൾ പറയുന്നുണ്ട്, യോഹന്നാൻ 3 നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേറ്റു. പക്ഷേ എന്റെ ഹൃദയം അതിഭയങ്കരമായ സമ്പത്തിനോടുള്ള മോഹമാണെങ്കിൽ ഞാൻ എവിടേക്ക് പോകും? ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വഴിയിലേക്ക് എനിക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ എനിക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതിനാണ് സക്കായി എന്ന യഥാർത്ഥമായ പേരുണ്ടെങ്കിലും അവൻ ജനത്തെ അതിഭയങ്കരമായി പിഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിച്ചത് കാരണം അവന് ദുഷ്ടനെന്ന പേര് ജനം ചാർത്തുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ്. എന്നാൽ ഇതിനപ്പുറത്താണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതമുള്ളത്. ആ യഥാർത്ഥമായ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അവസാനമില്ലാത്ത ജീവിതം. അവിടെ നാം എത്തണമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യണം. ദൈവ കൽപ്പനകളെ പ്രമാണിക്കുക തന്നെ ചെയ്യണം. ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ. അപ്പോൾ ദൈവം അടിസ്ഥാനമായി നിർമ്മിച്ചത്, മനുഷ്യൻ ഇവിടെ അനേക ഭവനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്.
ദന്തമന്ദിരങ്ങൾ മുതൽ താഴേക്ക് നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ മനുഷ്യനിവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനം ദൈവം തന്നെയാണ് ഇട്ടത്. അത്തരമൊരു നഗരം പണിയുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ആ നഗരത്തിലാണ് എത്തിച്ചേരേണ്ടത്. അതിനുവേണ്ടി ആയിരിക്കണം മനുഷ്യൻ ഈ ലോകത്ത് പോരാടി ജീവിക്കേണ്ടത്. പോരാടുന്നത് എന്തിനോടാണ്? ദൈവത്തോടും ദൈവവ്യവസ്ഥയോടും എതിരായി നമ്മൾ ജീവിക്കാതിരിക്കുവാൻ വേണ്ടി ശത്രുവിനോട് നമ്മൾ പോരാടേണ്ടതുണ്ട്. അതിന് ദൈവത്തിന്റെ ശക്തി നമ്മളിൽ അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ നമ്മൾ വീണുപോകും, നമ്മൾ നഷ്ടപ്പെട്ടു പോകും, ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടവരായി പോകും. അങ്ങനെ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതും രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാനാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ എന്നിൽ വിശ്വസിച്ച് മരിച്ചവർ, എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാത്തവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സാരം. അങ്ങനെ ആരും ഇവിടെ ഉണ്ടാകരുതേ എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് സുവിശേഷം അറിയിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രസംഗിക്കുന്ന വിഷയം സുവിശേഷം തന്നെയാണ്. അത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ മറ്റാരിൽ കൂടിയും ഒരു മനുഷ്യനും രക്ഷയില്ല. രക്ഷയെന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവിന്റെ രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആത്മാവാണ് ദൈവത്തോടു കൂടെ ചേരേണ്ടത്. അതിനാൽ ബൈബിൾ പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിക്ക് രണ്ട് പൗരത്വമുണ്ട് എന്ന്. ഒന്ന് ഇവിടെ ജീവിക്കുവാനും ഒന്ന് വരുവാനിരിക്കുന്ന ആ ലോകത്തെ ജീവിക്കുവാൻ. അപ്പോൾ ഈ രണ്ട് പൗരത്വമുള്ള മനുഷ്യരായി തീരണം. ഇവിടെ നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, രോഗവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കുള്ള പ്രത്യാശ അപ്പുറമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവർ കൂടാരങ്ങളിൽ ഇവിടെ പാർത്തെങ്കിലും അവർ ആഗ്രഹിക്കുന്നതായ കാണാത്ത ഇതിനെ വിശ്വാസത്തിൽ കൂടി കണ്ടുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ് ആ പട്ടണം. അവിടേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്, മരിച്ചത്, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള വിശ്വാസം മാത്രമേ മനുഷ്യനെ നിത്യതയിൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ കഴിയുകയുള്ളൂ. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.